തൃശ്ശൂർ ലോക്സഭയിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു വരില്ല എന്ന് പ്രവചിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. പക്ഷേ എന്നെയും രാഷ്ട്രീയ കേരളത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു വന്നത്. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു ഭൂരിപക്ഷമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ പ്രവചനം അട്ടിമറിക്കപ്പെട്ടത്, അഥവാ ഇത്ര ഗംഭീരമായ ഒരു വിജയം സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് വ്യക്തിപരമായി ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ആ പരിശോധനയിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള വിജയം തികച്ചും ആധികാരികം തന്നെയാണ് എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത് കേവലം ഏതാനും അധികം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു വിജയമേ അല്ല. ആരാണെന്ന് ഈ വോട്ടർ പട്ടിക അന്തിമമായി തീരുമാനിക്കുന്നത്? അത് കേരളത്തിലെ ഉദ്യോഗസ്ഥരല്ലേ, കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരല്ലല്ലോ. ആ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും റവന്യൂ വകുപ്പിലെ ജീവനക്കാരല്ലേ. അവരൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും അവർ കെട്ടിയിറക്കിയ ഉദ്യോഗസ്ഥരൊന്നുമല്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥരാണെന്ന് മാത്രവുമല്ല, CPM-ന്റെ ജീവനക്കാരുടെ സംഘടനയിൽപ്പെട്ട ആളുകളല്ലേ, കോൺഗ്രസിന്റെ ജീവനക്കാരുടെ സംഘടനയിൽപ്പെട്ട ആളുകളല്ലേ, ഇവരൊക്കെ പാർട്ടിക്ക് ലഭ്യ കൊടുക്കുന്ന ആളുകളല്ലേ. അവരെന്ത് പരിശോധനയാണ് നടത്തിയത്? മാത്രമല്ല, ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരാണ്. ആ റവന്യൂ വകുപ്പ് ആരുടെ കയ്യിലാണ്? കെ രാജൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ കയ്യിലാണ്. CPI-യുടെ മന്ത്രിയാണ് കെ രാജൻ. ആ രാജൻ ഏത് ജില്ലയിൽ നിന്ന് വരുന്ന മന്ത്രിയാണ്? തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്ന മന്ത്രിയാണ്. എന്ന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് കെ രാജൻ. ആ കെ രാജൻ എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയധികം വോട്ടുകൾ ധാരാളമായി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അതിനു മുന്നിൽ കണ്ണുകെട്ടി നിന്നതെന്തിനാണ്? എന്തുകൊണ്ടത് കൃത്യമായി പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിച്ചില്ല? പക്ഷേ ഈ വോട്ടർ പട്ടികയിലുണ്ടായ തിരിമറിയിലൂടെയാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചു വന്നത് എന്ന് വരുത്തി തീർക്കാൻ LDF-ഉം UDF-ഉം ശ്രമിക്കുമ്പോൾ സ്വയം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, അവിടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി അതിനെ തമസ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ശരിയായ രീതിയല്ല. മോനെ, ഒരു തേർതലാകുമ്പോ എന്തായാലും പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി.